സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയതിൽ മനംനൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കണ്ടന്റ് ക്രിയേറ്ററായ യുവതി റിമാൻഡിൽ. ദീപകിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദിയായ ഷിംജിത ഉച്ചയോടെ പിടിയിലാവുകയായിരുന്നു. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നേരത്തെ കേസെടുത്തിരുന്നു. ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഷിംജിതയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ബെയിൽ ആപ്ലിക്കേഷൻ ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഏതായാലും റിപ്പോർട്ട് വരട്ടെ. ബാക്കി കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസായതുകൊണ്ട് കേസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും, അതിന്റെ കോണ്ടൻസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും റിപ്പോർട്ട് വന്ന് മേ ബി ഡേ ആഫ്റ്റർ ടുമോറോ ആയിരിക്കും. ഡേറ്റ് വെച്ചിട്ടില്ല. ഏതായാലും ഡേ ആഫ്റ്റർ ടുമോറോ റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ബെയിൽ ആപ്ലിക്കേഷൻ അല്ല, പ്രോസിക്യൂഷൻ അതിന്റെ റിപ്പോർട്ട് വെക്കട്ടെ. റിമാൻഡ് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ കണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ റിമാൻഡ് റിപ്പോർട്ടിലേക്ക് പോയിട്ടില്ല. ഏതായാലും ഇന്ന് റിമാൻഡ് ചെയ്തല്ലോ. ഏതായാലും മറ്റന്നാൾ അതിന്റെ നമ്മളെ ബെയിൽ ആപ്ലിക്കേഷന്റെ മുകളിലുള്ള റിപ്പോർട്ടും കൂടി വരട്ടെ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ. അനീഷ്, അതീവ രഹസ്യമായി ഷിംജിതയെ രാവിലെ തന്നെ കസ്റ്റഡിയിലെടുക്കുന്നു. അതീവ രഹസ്യമായി ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുന്നു. ജയിലിലെത്തുന്നത് വരെ ഒരാളും അറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ മാത്രം എന്തായിരുന്നു പോലീസിന് ഈ വിഷയത്തിലുണ്ടായിരുന്ന താല്പര്യം? അവിടെ വലിയ പ്രതിഷേധമൊക്കെ കണ്ടല്ലോ. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത്? ഷീജ, രാവിലെ മുതൽ തന്നെ പോലീസ് പ്രതിയെ ഇന്ന് കസ്റ്റഡിയിലെടുക്കുമെന്ന ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഒരു തരത്തിലുമുള്ള സ്ഥിരീകരണം ഉണ്ടായില്ല. ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിൽ നൽകുകയും അത് നാളെ പരിഗണിക്കാനായി മാറ്റുകയും ചെയ്ത് ഇതിന് തൊട്ടു പിന്നാലെ പോലീസിന്റെ ഒരു ചെറിയ ഒരു കുറിപ്പ് വന്നിരുന്നു. ഈ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രതി ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. അവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വളരെ കർശനമായി തന്നെ നടക്കുന്നു. ഒപ്പം ഈ രാജ്യം വിട്ടു പോകാതിരിക്കുന്നതിനുള്ള ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കിയിട്ടുണ്ട് എന്നും പോലീസിന്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുത്തേക്കുമെന്ന ചില സൂചനകൾ ലഭിക്കുകയും ചെയ്ത്. പക്ഷേ ഇതിന് പിന്നാലെ നമ്മൾ പല പോലീസ് ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടെങ്കിലും അവരെയൊന്നും ഫോണിൽ ലഭ്യമാവാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജ് SHOയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ പലപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. രാവിലെ 10:30 ശേഷം വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നും ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതും സമയക്രമം സംബന്ധിച്ച ഒരു സ്ഥിരീകരണമൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇതിനുശേഷമാണ് കൊയിലാണ്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടുന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും ചെയ്ത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക, പിന്നീട് അവിടെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക, റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ളവ സ്റ്റേഷനിൽ തയ്യാറാക്കുക, പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയുമാണ് പതിവ്. പക്ഷേ നടപടിക്രമങ്ങളൊക്കെ ഏതാണ്ട് മണിക്കൂറുകളിൽ തന്നെ പൂർത്തിയാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ കുന്നമംഗലം കോടതിയിൽ പ്രതിയെ ഹാജരാക്കുന്നു. അതിനു മുമ്പ് ഒരു സ്വകാര്യ വാഹനത്തിലാണ് പ്രതിയുമായി പോലീസ് വൈദ്യപരിശോധനയ്ക്കടക്കം എത്തുകയും ചെയ്ത്. അതേ ചൊല്ലിയൊക്കെ വലിയ തർക്കങ്ങൾ അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരൻ ഉൾപ്പെടുന്ന ഒരു കേസാണ്, അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പോലുള്ള ഹൈ പ്രൊഫൈൽ കേസാണെങ്കിൽ പോലും അവരെ പോലീസ് ജീപ്പിലൊക്കെ കയറ്റിയാണ് ഓരോ നടപടിക്രമങ്ങൾക്കും വിധേയമാക്കുന്നത്. മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും അവിടെ നിന്ന് ചോദ്യം ചെയ്യൽ നടത്തുകയും പിന്നീട് റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെ വലിയ പെട്ടെന്ന് തന്നെ ഒരു ഫാസ്റ്റ് ട്രാക്ക് മോഡിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന്, അതായത് ഈ ഷിംജിതയുടെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യ ഹർജി നൽകിയ അഭിഭാഷകന് പോലും വിവരം ലഭ്യമാവുന്നില്ല. അദ്ദേഹം പോലും ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ കോടതിയിൽ ഹാജരാക്കുന്ന അറിയിച്ചത്. താൽക്കാലികമായി പെട്ടെന്ന് നമ്മൾ നേരത്തെ കേട്ട ശബ്ദത്തിലുള്ള അഭിഭാഷകൻ കുന്നമംഗലം കോടതിയിലെ അഭിഭാഷകനാണ്. അദ്ദേഹത്തെ പെട്ടെന്ന് ഫോണിൽ വിളിച്ച് അല്ലെങ്കിൽ ഫോണിൽ വാക്കാൽ വിളിച്ച് പറഞ്ഞ് ഹാജരാകാനായി നിർദ്ദേശം നൽകിയായിരുന്നു. അത്ര വലിയ തിടുക്കത്തിലാണ് കാര്യങ്ങൾ പോയത്. അതിനുശേഷം കോഴിക്കോട് ജയിലിലല്ല മഞ്ചേരി ജയിലിലേക്ക് അവരെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വളരെ തിടുക്കപ്പെട്ടുള്ള ഈ നടപടിക്രമങ്ങൾ എന്തിനാണ് എന്നാണ് BJP അടക്കമുള്ള പാർട്ടികൾ ചോദിക്കുന്നത്. അവർ പോലീസ് സ്റ്റേഷനിൽ ചെറിയ തോതിലുള്ള പ്രതിഷേധ മുദ്രാവാക്യമൊക്കെ വിളിക്കുകയും ചെയ്തു. ഒരുപക്ഷെ
ഒരു ജനവികാരം എതിരായി നിൽക്കുന്ന ഒരു കേസാണ്. സമൂഹ മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലുമൊക്കെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന കേസാണ്. അതുകൊണ്ട് ഈ സാധാരണ നടപടിക്രമം പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നതായിരിക്കാം പോലീസിന്റെ ഒരു മുന്നിലുള്ള ഒരു പ്രതിബന്ധമായി, അല്ലെങ്കിൽ അതിനായിരിക്കാം ഇത്ര കാര്യങ്ങൾ രഹസ്യമാക്കി അവർ വെച്ചതെന്ന് വേണം നമുക്കൊരു അനുമാനത്തിൽ എത്തിച്ചേരാൻ. പക്ഷേ അപ്പോഴും ഇതിനേക്കാൾ വിവാദമാവുന്ന കേസുകൾ, ഇതിനേക്കാൾ ജനമധ്യത്തിൽ ചർച്ചയായി മാറിയ കേസുകളിലൊക്കെ ഈ നടപടിക്രമം പാലിച്ചു തന്നെയാണ് പോലീസ് ചെയ്യാറുള്ളത്. അതായത് കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷനിലെത്തിക്കുന്നു, വിശദമായി ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു, കോടതിയിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. ഏതാണ്ട് 10-15 മണിക്കൂറുകൾ നീളുന്ന നടപടിക്രമങ്ങളാണ് പലപ്പോഴും. നമ്മൾ വളരെ അധികം നാളുകളായി ഇത്തരം നടപടിക്രമങ്ങൾ കാണുന്നതാണ്. ഏറ്റവും ഒടുവിൽ കേരളം കണ്ടതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത രീതി. ആ ദൃശ്യങ്ങൾ പോലീസ് തന്നെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം, ഒരു വീരപരിവേഷത്തിന് വേണ്ടിയൊക്കെ ഉള്ള രീതിയിൽ പോലീസ് മുട്ടുന്നു, തുറക്കുന്നു, കൂട്ടിക്കൊണ്ടുപോകുന്നു, ബലം പ്രയോഗിക്കുന്നു എന്ന് പറയുന്നു, ഇറങ്ങിക്കൊണ്ടുപോകുന്നു, CCTV, അങ്ങനെ എല്ലാ ദൃശ്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നതാണ്. പക്ഷേ ഇവിടെ എന്തായാലും പെട്ടെന്നായിരുന്നു നടപടിക്രമങ്ങൾ. അത്തരം ഒരു നീണ്ടു നിൽക്കുന്ന ദൈർഘ്യമേറിയ നടപടിക്രമങ്ങൾ ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞ് അവരെ റിമാൻഡിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് കാര്യമായ സമയം ഈ തയ്യാറെടുപ്പിനൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഒപ്പം കസ്റ്റഡി ലഭിക്കുന്നതിനുള്ള അപേക്ഷ പോലീസും നൽകും. എന്തായാലും അറസ്റ്റിലായിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. ഈ അറസ്റ്റ് നടപടിക്രമങ്ങളിൽ തൃപ്തിയുണ്ട് എന്ന് കുടുംബം പറയുമ്പോഴും ഈ നടപടിക്രമങ്ങളിൽ ആകമാനം ഒരു മെല്ലപ്പോക്ക് ആദ്യം മുതൽ ഉണ്ടായിരുന്നു. ഒപ്പം അവർക്കൊരു VIP പരിവേഷം നൽകിയത് ശരിയായില്ല എന്ന് കുടുംബം പറയുന്നു. ഒരു മന്ത്രിയെ കൊണ്ടുപോകുന്നത് പോലെ ഒരു സ്വകാര്യ കാറിൽ അകമ്പടിയോടുകൂടി കൊണ്ടുപോകുന്ന കാണുമ്പോൾ ഒരു വിഷമമുണ്ട് എന്നാണ് ദീപകിന്റെ അച്ഛൻ അല്പസമയം മുമ്പ് നമ്മളോട് പറയുകയും ചെയ്ത്. എന്തായാലും വലിയ വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും പോലീസിന്റെ ഇന്നത്തെ നടപടിക്രമങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അനീഷ്, നമ്മൾ അവിടെ കണ്ടത് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമൊക്കെയാണ് കണ്ടത്. അവരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധവുമൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഇതിനൊപ്പം BJPയും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിനെ മറ്റൊരു തരത്തിലേക്ക് രാഷ്ട്രീയമായ പരിവേഷമൊക്കെ ഇതിന് വന്നു തുടങ്ങിയിട്ടുണ്ടോ? അവിടെ കൂടിയ ആളുകൾ അവരുടെ പ്രതികരണവും വളരെ അത്ഭുതം ഉണ്ടാക്കുന്നതായിരുന്നു. എല്ലാവരും ഈ പ്രതിയായ യുവതിക്കെതിരെ തിരിയുന്നതായിരുന്നു അവിടെ കണ്ടത്. തീർച്ചയായും അങ്ങനെ ഒരു വികാരം തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഉണ്ടായത്. ഒരാൾ പോലും ആ യുവതിക്ക് അനുകൂലമായി പറയുന്നില്ല. സ്ത്രീകൾ പോലും പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുന്ന ചില നിയമപരമായ പരിരക്ഷ പോലും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സത്ത ചോർന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നമ്മളോട് സംസാരിച്ച സ്ത്രീകളിൽ പലരും ബസ്സിൽ വെച്ചും മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളിൽ പലയിടത്ത് വെച്ചും പലപ്പോഴും ഇത്തരത്തിൽ മോശം പെരുമാറ്റങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരാണ്. ബസ്സിൽ വെച്ച് ഒരാളെ താൻ കർണത്തടിച്ച കാര്യമാണ് ഒരു സ്ത്രീ പറയുന്നതെങ്കിൽ മറ്റൊരു സ്ത്രീ പറയുന്നത് സേഫ്റ്റി പിൻ പ്രയോഗിച്ച് പോകുന്നതാണ്. അപ്പോഴൊക്കെയും ഒരു പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാവണം. ദൃശ്യങ്ങളെടുത്ത് സമൂഹ മാധ്യമത്തിൽ ചിത്രീകരിക്കുന്നതിനപ്പുറം ആ സമയത്ത് തന്നെ ഒരു തൽക്ഷണ പ്രതികരണം ഉണ്ടാവണം. അടുത്തുള്ള ആളുകളോട് പറയണം, സഹയാത്രികരായ ആളുകളോട് പറയണം, ബസ് ജീവനക്കാരോട് പറയണം, നിയമത്തിന്റെ ഒരു രീതിയിലൂടെയൊക്കെ മുന്നോട്ട് പോകണം. അത്തരം കാര്യങ്ങളാണ് യുവതികൾ ചെയ്യേണ്ടത്. മറിച്ച് ചിരിച്ച് ഒരു സെൽഫി എടുത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുക അല്ല ചെയ്യേണ്ടതെന്നൊരു വികാരമാണ് അവരൊക്കെ പറയുന്നത്. കാരണം അവരുടെ വാക്കുകളിൽ ഒരു ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഒരു ബസ്സിൽ വെച്ച് സ്ത്രീ പീഡിപ്പിക്കപ്പെടാൻ ഇടപെടുന്നത് അല്ലെങ്കിൽ ഒരു മോശം സ്പർശമൊക്കെ ഉണ്ടാവുന്നത് ഒരു പുതിയ കാര്യമല്ല. പക്ഷേ അങ്ങനെ ഉണ്ടാവുമ്പോൾ പോലും അങ്ങനെ ഉണ്ടാവാനിടയുള്ള ഇരകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും ഇത്തരം തെറ്റായ രീതിയിൽ കാര്യങ്ങളെ കാണുന്നവർ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെ റീച്ചിന് വേണ്ടി ഇത്തരം കാര്യങ്ങളെ എടുത്ത് പ്രയോഗിക്കുന്നവർ തങ്ങൾ കൂടി മോശം ഒരു അവസ്ഥയിലേക്ക്, അതായത് വനിതകളുടെ മൊത്തം അവകാശങ്ങളെ റദ്ദാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലായി ഇത് മാറുന്നു എന്ന് തന്നെയാണ് ആ സ്ത്രീകൾ ഒന്നടങ്കം പറഞ്ഞത്. പുരുഷന്മാർക്കും മറിച്ചൊരു അഭിപ്രായമല്ല. പുരുഷന്മാർ പോലും പറയുന്നില്ല എല്ലാവരും എല്ലായിടത്തും ഒരുപോലെ മാന്യരായി നിൽക്കുന്ന ആളുകളല്ല, മോശം ആളുകളും ഉണ്ടാവും. പക്ഷേ എല്ലാ ആളുകളെയും ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നു. അല്ലെങ്കിൽ ഈ ദീപകിനെ പോലെ ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും അറിയാം. അനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദീപകിന്റെ ആത്മഹത്യയിൽ പ്രേരണ കുറ്റം ചുമത്തിയ ഷിംജിത മുസ്തഫ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട് മഞ്ചേരി ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് അതിനാടകീയമായിട്ടായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ. അതിനൊടുവിലാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ജയിലിലേക്ക് മാറ്റിയത്. മഞ്ചേരി ജയിലിലേക്കാണ് ഷിംജിതയെ മാറ്റിയത്.
അനീഷ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഇതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായ ഛായൊക്കെ ഈ കേസിന് വരുന്നുണ്ടോ ഇപ്പോൾ എന്നുകൂടിയായിരുന്നു ചോദിച്ചത്. ശ്രീജ, നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ മുഖം അല്ലെങ്കിൽ ഒരു ജാതീയ വർഗീയ മുഖമൊക്കെ ഇത്തരം ക്രിമിനൽ കേസുകളിൽ കൽപ്പിക്കാതിരിക്കുക എന്നത് തന്നെയാണ് വലിയ കാര്യം. പക്ഷേ ഇവിടെ നമുക്കറിയാം ഈ BJP പ്രവർത്തകരാണ് വലിയ കാര്യമായി സ്റ്റേഷനിലേക്ക് എത്തുകയും നേരത്തെ തന്നെ അവർ ഈ കസ്റ്റഡിയിലായതിന് തൊട്ടു പിന്നാലെ തന്നെ പറയുന്നുണ്ടായിരുന്നു വളരെ രഹസ്യമായുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. കസ്റ്റഡിയിൽ എടുക്കുന്നത് ആളുകളെ അറിയിക്കുന്നില്ല, ആശുപത്രിയിൽ എത്തുന്നത് മാധ്യമങ്ങളെയോ മറ്റു ആളുകളെ അറിയിക്കുന്നില്ല, നേരിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഈ ഒരു നിലപാടിൽ പോലീസിനെതിരെ ശക്തമായ വിമർശനവുമായി അവർ മുന്നോട്ട് പോകും എന്ന് അറിയിച്ചത് BJP പ്രവർത്തകരാണ്. നമുക്കറിയാം ഈ യുവതി ലീഗിന്റെ ഒരു പ്രവർത്തകയാണ്, അല്ലെങ്കിൽ ലീഗിന്റെ പഞ്ചായത്ത് അംഗമായി വിജയിച്ച ആളാണ്. CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ, പന്ന്യൻ രവീന്ദ്രനെ പോലുള്ള മുതിർന്ന CPI നേതാക്കളൊക്കെ ഈ വീട്ടിലെത്തി ഇവരുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ചവരാണ്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഇവിടെ എത്തുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജാതി മത വർഗത്തിനൊക്കെ അപ്പുറം എല്ലാ ജനങ്ങളും ഒരുപോലെ ഈ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയാവാം ഈ ഇത്തരത്തിൽ ഈ പ്രതിയെ സംരക്ഷിച്ച് കൊണ്ടുവന്നത് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് സുരക്ഷാപരമായ കാരണങ്ങളാലാവാം. വടകരയിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആ സമയത്ത് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുവരുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കുമെന്നൊക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ കരുതാം. പക്ഷെ അതിനൊന്നും ഒരു യുക്തിയില്ല. കാരണം ഇതിനേക്കാൾ മോശം അവസ്ഥയിലുള്ള പ്രതികളുമായി, ഇതിനേക്കാൾ ഹീനമായ കൃത്യങ്ങൾ ചെയ്ത പ്രതികളുമായൊക്കെ കേരള പോലീസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എത്ര വലിയ കേസ് അല്ലെങ്കിൽ ചെറിയ കേസ് അല്ലെങ്കിൽ എത്ര ഹീനമായ കുറ്റകൃത്യം ഒന്നുമല്ല. നിയമത്തിന്റെ ഒരു സ്ക്രൂട്ടിനിക്ക് വിധേയമാവുക, അല്ലെങ്കിൽ ആ നിയമത്തിന്റെ ഒരു ഘടകത്തിന് വിധേയമാവുക എന്നത് ഒരു കുറ്റം ചെയ്ത ആളെ സംബന്ധിച്ച് അനിവാര്യമാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് PP ദിവ്യയ്ക്ക് പോലും കൊടുക്കാത്ത ഒരു ആനുകൂല്യം എന്തുകൊണ്ട് ഇവർക്ക് കൊടുത്തു എന്നതിന് പോലീസ് തന്നെ ഉത്തരം പറയണമെന്ന്. എന്തായാലും പോലീസ് അക്കാര്യത്തിൽ ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് തങ്ങൾ ഇത്തരമൊരു രീതി പ്രയോഗിച്ചതെന്ന് SHOയോ അല്ലെങ്കിൽ IGPയോ കമ്മീഷണറോ ഒന്നും ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക വിശദീകരണമായി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. മണിക്കൂറുകൾ ഒരുപക്ഷെ ഈ അവർ പ്രൈവറ്റ് വാഹനത്തിൽ കൊണ്ടുപോയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ രഹസ്യമാക്കി സൂക്ഷിച്ചതിനെ പറ്റിയോ, പെട്ടെന്ന് എന്തുകൊണ്ട് കോടതിയിൽ കൊടുത്തു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെത്തി കസ്റ്റഡിയിൽ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ പ്രാഥമികമായി നടത്തേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർത്തോ എന്തടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് പിന്നീട് ഒരു ഘട്ടത്തിൽ വിശദീകരിക്കും നമുക്ക് വിശ്വസിക്കാം. എന്തായാലും പോലീസിന്റെ പക്കൽ നിന്നും ഇപ്പോൾ ഇത്തരത്തിൽ യാതൊരു വിശദീകരണം എത്തിയിട്ടില്ല. സമൂഹത്തിൽ നിന്നും എതിർപ്പുകൾ ഉയരുന്ന രീതിയിൽ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരുന്ന രീതിയിൽ തന്നെ ഒരു പ്രവർത്തനമാണ് കോഴിക്കോട്ടെ പോലീസിന്റെ നിന്നും മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ വിഷമം ഈ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ദീപകിന്റെ പിതാവ് നമുക്ക് നൽകിയ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാവുന്നതും. ശ്രീജ, ശരി. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.